ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് പുതിയ PSC ക്ലാസ്സിലോട്ട് സ്വാഗതം. കാശിസ് വേൾഡ് എന്നാണ് ചാനലിൻ്റെ പേര്. ഇന്ന് നമുക്കൊരു മാത്സിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യയുടെ 30% 60 ആയാൽ സംഖ്യയുടെ 80% എത്ര? അപ്പോൾ ഒരു സംഖ്യ തന്നിട്ടില്ല, അതിൻ്റെ 30%ആണ് 60 എന്ന് പറയുന്നത്. അപ്പം 80% കാണണം. അപ്പം 30% 60 ആണെങ്കിൽ 80% എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യന് 30% തന്നിട്ടുണ്ട്, 80% കാണണം. അപ്പോൾ ഒന്നും കൂടെ ഒറ്റ സ്റ്റെപ്പ് ചെയ്യാം. ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയത്. 30% 60, 80%. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എക്സ് എന്ന് കൊടുക്കാം. 80% അറിഞ്ഞുകൂടല്ലോ എന്താണെന്ന്. എന്നിട്ട് ഇതിനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക. 30 ഇപ്പോൾ അറിഞ്ഞുകൂടാത്ത ഏത് സംഖ്യയാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അത്, പിന്നെ 60% എന്നുള്ളതും പിന്നെ 80% എന്നുള്ളതും. അപ്പോൾ 30% 60ആണ്, 80% കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30 × x, ഇവിടെ അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് നമ്മൾ എക്സ് എന്ന് കൊടുത്തത്. എന്നിട്ട് ഈ 80ഉം 60ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. 30 × x 30x = 80 × 60 4800 എന്ന് വരും. അപ്പം എക്സ് എടുക്കാം. നമുക്ക് ഈ 30നെ തിരിച്ച് ഇവിടെ ഈക്വലിന് ഇപ്പുറത്ത് വരുമ്പോൾ അത് ഡിവൈഡ് ആവും. അപ്പം 4800 ഡിവൈഡ് ബൈ 30 എന്ന് പറയുമ്പോൾ 160 എന്ന് പറയും. ഒന്നും കൂടെ പറയാം, 30% 60ആണ്. അപ്പോൾ 80% കണ്ടുപിടിക്കുക. അത് നമ്മളിങ്ങനെ എഴുതിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 80% എത്രയാണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് എക്സ് കൊടുത്തത്. അപ്പോൾ 30 × x = 80 × 60. അപ്പം 30x എന്ന് പറയുന്നത്, അതിൽ എക്സിൻ്റെ വില കണ്ടുപിടിക്കണം. x = ഈ 30 ഇവിടെ വരുമ്പോൾ ഡിവൈഡ് ആവും. ആൻസർ ഇപ്പോൾ നമ്മൾ വെട്ടി ചെയ്യുമ്പോൾ 160 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 60%, ഇപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. ഒരു സംഖ്യയുടെ 60% എത്രയാണ്? ഈ സംഖ്യയുടെ 60% എത്ര? 30% 60 ആയാൽ 60%, ഇവിടെ 80% കാണാൻ പറഞ്ഞ് നമ്മൾ കണ്ടത്. ഇനി 60% എത്രയെന്നാണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഞാൻ വേറെ ഒന്നും മാറ്റിയിട്ടില്ല. ഒരു സംഖ്യയുടെ 30% 60 ആയാൽ സംഖ്യയുടെ 60%ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ്? 30% 60 അല്ലേ, ക്വസ്റ്റ്യന് മാറ്റമില്ല. 30% എന്ന് പറയുന്നത് 60ആണ്. അപ്പോൾ 60%ആണ് കണ്ടുപിടിക്കേണ്ടത്. വീണ്ടും നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 30 × x തന്നിട്ടില്ല. 60% എത്രയെന്നുള്ളതാണ്. ആ 60%ൻ്റെ ആ സംഖ്യ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് എക്സ് എന്ന് ഇട്ടിരിക്കുന്നത്. 30 × x = 60 × 60. എന്നിട്ട് ഇപ്പോൾ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30 × x എന്ന് പറയുമ്പോൾ 30x, എക്സിൻ്റെ വില കാണാം. എക്സിന് നമ്മളിവിടെ ഇട്ടിട്ട് ഈ 30നെ ഈ 60 × 60/30 ആക്കും. നമുക്ക് ഇവിടെ ഇട്ടിനെ വെട്ടി ചെയ്യാം. 30 60ൽ 2 പ്രാവശ്യം 60 × 2 120. അല്ലെങ്കിൽ ഇത് തമ്മിൽ ഈ 60 × 60 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3600 എന്ന് വരും. എന്നിട്ടാണെങ്കിൽ എങ്ങനെ വേണോ വെട്ടി ചെയ്യാം. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയാം. ഒരു സംഖ്യയുടെ ഇപ്പം 30%ആണോ 50%ആണോ തന്നിട്ട് എന്ന് പറഞ്ഞ് ഒരു നമ്പർ തരും. എന്നിട്ട് ആ സംഖ്യയുടെ വേറൊരു ശതമാനം കണ്ടുപിടിക്കാൻ പറയും. 30% തന്നിട്ട് സംഖ്യയും തന്നിട്ട് നമുക്ക് ചിലപ്പോൾ 50 ആയിരിക്കും ചോദിക്കുന്നത്, 80 ആയിരിക്കും. ആദ്യം ചെയ്യുന്നത് തന്നിട്ടുള്ള പെർസെൻറ്റേജും ആ സംഖ്യയും നേർക്ക് എഴുതുക, കണ്ടുപിടിക്കാനുള്ളതും എഴുതുക. എന്നിട്ട് അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ ചെയ്യുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സജഷൻസ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.